ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഒരു ഹാർമോണിക്ക വായിക്കാൻ പഠിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി ഹാർമോണിക്ക വായിക്കാൻ പറ്റുന്ന ചില മിസ്റ്റേക്സിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ ഇതൊരു 10 ഹോൾ ഡയറ്റോണിക് ഹാർമോണിക്ക. സാധാരണ പുതിയതായി ഹാർമോണിക്ക വായിക്കുമ്പോൾ നമ്മളിത് വായിലിട്ടിട്ട് ഇങ്ങനെ ഒരു വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതായി സാധാരണ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇതിൽ 2 മിസ്റ്റേക്ക് ഉണ്ട്. ഒന്ന്, നമ്മളിവിടെ ചുണ്ട് ടച്ച് ചെയ്യുന്നുള്ളൂ, അതും ഒരു മിസ്റ്റേക്കാണ്. സെക്കൻഡ്, 2-3 ഹോളിൽ കൂടെ ഞങ്ങൾ ബ്ലോ അല്ലെങ്കിൽ ഡ്രോ ചെയ്യേണ്ടത്. ബ്രീത് ഔട്ട്, ബ്രീത് ഇൻ, അല്ലെങ്കിൽ ശ്വാസം വിടുമ്പോൾ അല്ലെങ്കിൽ ശ്വാസം എടുക്കുമ്പോൾ 2-3 ഹോളിൽ കൂടെ അര വയ്ക്കുമ്പോൾ പല നോട്ട്സും ഒരുമിച്ച് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ശരിക്കും ടെക്നിക്ക് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ ഈ അപ്പർ ലിപ്സ്, മുകളിലത്തെ ഈ ചുണ്ട്, ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഈ ഭാഗം കവർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാകുമ്പോൾ ചുട്ടത്തെ ചുണ്ട് ഈ ഭാഗം കവർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു എയർ ടൈറ്റ്, ഒരു ഗ്യാപ്പില്ലാതെ നമുക്ക് ഒരു ഗ്രിപ്പ് കിട്ടും. അപ്പോൾ ഈ എയർ ലീക്കേജസ് നമുക്ക് അത് ഒഴിവാക്കാം. രണ്ടാമത്തേത്, ഇങ്ങനെ ടച്ച് ചെയ്യാതെ ലിപ്സ് കവർ ചെയ്യുമ്പോൾ അപ്പോൾ ലിപ്സിൻ്റെ ഇങ്ങനെ ഉള്ളിൽ പ്ലേസ് ആവണം ഹാർമോണിക്ക. നമുക്ക് കാണാൻ ലിപ്സ് ഇതുവരെ വരുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഇതുവരെ വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ എയർ ഗ്യാപ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശ്വാസം വിടുമ്പോൾ ശ്വാസം എടുക്കുമ്പോൾ കംപ്ലീറ്റ്ലി അത് ഈ ഹോളിൽ കൂടെ നമുക്ക് എടുക്കാനും അത് ശ്വാസം വിടാനും പറ്റും. ബ്ലോ ആൻഡ് ഡ്രോ ശരിക്ക് പൂർണ്ണമായി ഹോളിൽ കൂടെ നമ്മൾ ശ്വാസം എടുക്കാനും ശ്വാസം വലിക്കാനും പറ്റും. അപ്പോൾ അതിൻ്റെ സൗണ്ടിൻ്റെ വ്യത്യാസം വ്യക്തമാവും. സൗണ്ട് കുറച്ചുകൂടി കൂടും. പിന്നെ എയർ ലീക്കേജസ് ഇവിടുന്ന് ഒഴിവാക്കാം. രണ്ടാമത്തേത് ഷേപ്പ്, ലിപ്സിൻ്റെ ഷേപ്പ്, ചുണ്ടിൻ്റെ ഷേപ്പ് ഒരു O ഷേപ്ഡ് ആവണം. O ഷേപ്ഡ് ആക്കിയിട്ട് നമുക്ക് ഏത് ഹോളിലാണ് നമ്മൾ ബ്ലോ ചെയ്യുന്നത് അതിൻ്റെ ഫോക്കസ് ചെയ്തിട്ട് അവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ ലിപ്സ്. ഈ 2 മിസ്റ്റേക്ക് ഒഴിവാക്കാം. നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അത് 2-3 ദിവസത്തെ പ്രാക്ടീസിൽ ഇത് നമുക്ക് ക്ലിയർ ആയി കിട്ടും. അത് ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും നമ്മൾ മീറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോട്ട്സ് എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. സാരിഗമ നോട്ട്സ് എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുന്നു. താങ്ക് യു. നന്ദി, നമസ്കാരം.